ശ്രീമദ് ഭാഗവതം ക്ലാസ് 269. ഇന്ന് നമ്മൾ നോക്കുന്ന സ്കന്ധം 10-ലെ 2-ാം ഭാഗത്തിലെ 67-ാമത്തെ അധ്യായമാണ്. ഇത് ദ്വിവിധ വധമാണ്. ഇതിൽ ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ മന്ത്രത്തിലേക്ക് കിടക്കാം. ഒന്നിൽ ശ്രീ പരീക്ഷിത്ത് ചോദിക്കുകയാണ്, അത്ഭുതം ജനിപ്പിക്കുന്ന ബലരാമന്റെ പ്രവൃത്തികൾ ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ഭഗവാൻ എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം അറിയുവാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും കൃഷ്ണന്റെ മുമ്പിൽ ഒരു ബലരാമനുണ്ട്, രാമന്റെ മുമ്പിൽ എന്തുണ്ട്? ആദ്യത്തെ അവതാരം പരശുരാമൻ. ഇപ്പം രാമന്റെ മുമ്പിലാണ് പരശുരാമൻ, കൃഷ്ണന്റെ മുമ്പിലാണ് ബലരാമൻ. ഈ പരശുരാമനെല്ലാം ബലത്തിൻ്റെ പ്രാധാന്യമാണ്. ബലം, ശക്തി, മനുഷ്യൻ്റെ ശരീരശക്തിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആദ്യം ശരീരശക്തി കഴിഞ്ഞിട്ടാണ് ആ ഒരു തന്ത്രം പ്രയോഗിക്കുന്ന, ഇപ്പം രാമനെ ആയാലും കൃഷ്ണനെ ആയാലും അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മനുഷ്യനൊരു നാട്ടിൽ അധർമ്മങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് നേരെ ആരെങ്കിലും അധർമ്മം പ്രവർത്തിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണ്? അവരവരുടെ ശരീരബലം കൊണ്ട് കാര്യം നേടുക. അപ്പം ആദ്യത്തെ കൃതയുഗത്തിൽ ഒന്നുമില്ല, നിയമമൊന്നുമില്ല. അപ്പം അന്ന് അധർമ്മികൾ ആരെങ്കിലും ബലം പ്രയോഗിക്കുക, രാജാക്കന്മാരെല്ലാം അധർമ്മികൾ ബലം പ്രയോഗിക്കുമ്പോൾ ജനം അവരുടെ ശക്തി കൊണ്ട് തന്നെ നേരിടും, അതേ പറ്റുള്ളൂ. അതാണ് നാട് നിറച്ച് കൊന്നിട്ട് കിണറ് രക്തം കൊണ്ട് നിറച്ചു എന്ന് പറഞ്ഞ. അപ്പം ആദ്യം മനുഷ്യൻ്റെ പ്രതിരോധം എന്ന് പറഞ്ഞാൽ ബലം തന്നെയാണ്. അതാണ് ബലരാമൻ. അപ്പം കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ലോകത്തിൽ രാജാവ് അധർമ്മം പ്രവർത്തിക്കുമ്പോൾ ലോകത്തിൽ മുഴുവൻ എന്തുണ്ടാവും? ജനങ്ങളെല്ലാം കഷ്ടപ്പെടാൻ തുടങ്ങും. അപ്പം ജനങ്ങൾ ആദ്യം എന്താണ് ചെയ്യുക? അവരവർ പ്രതിരോധിക്കും. ഇപ്പം നാട്ടിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കള്ളന്മാരുടെ സങ്കേതം ഉണ്ട് എന്ന് വെച്ചോ. ആദ്യം തുടക്കത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ അവർ ആക്രമിക്കുകയാണ്, നമുക്ക് ഈ നേരത്തിൽ നമ്മൾ ശരീരം കൊണ്ട് നേരിടും. പിന്നെ അത് നാട്ടുകാർക്ക് പലവർക്കും പ്രശ്നമാകുമ്പോഴാണ് പിന്നെ സംഘടിച്ചിട്ടുള്ള ശക്തിയിലൂടെ അതിനെ ശക്തിയായിട്ടും അതിന് പിന്നെ ഒരു നേതാവെല്ലാം ഉണ്ടാവും, മാധ്യമങ്ങളെ ഏറ്റെടുക്കും. അങ്ങനെയെല്ലാം കൂടിയിട്ടാണ് അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് പിന്നെ തന്ത്രത്തിലൂടെയാണ് അതിനെ മാറ്റുന്നത്. പക്ഷെ ആദ്യമായിട്ട് അവർ ഇൻഡിവിജ്വലായിട്ടാണ് ബലം. അപ്പോൾ ആ ബലരാമൻ്റെ, നമ്മുടെ ശക്തിയുടെ, പ്രതിരോധത്തിൻ്റെ, നമ്മൾ വേണം എല്ലാത്തിനെയും അധർമ്മങ്ങൾ കാണുമ്പോൾ നമ്മൾ വേണം സ്വയം അതിനെ നേരിടാൻ. അതാണ് ആദ്യം നമ്മൾ ബലമാണ് ആശ്രയിക്കുന്നത്. പിന്നെയാണ് പിന്നെ എല്ലാവർക്കും പ്രശ്നമായി മാറുമ്പോഴാണ് കൂടിച്ചേർന്നിട്ട് അതിനെ പ്രതിരോധിക്കാൻ ഒരു സംഘടിത രൂപത്തിൽ നടക്കുന്നത്. ഇപ്പം ഏത് നാട്ടിലും ആദ്യം ഇൻഡിവിജ്വലുകളാണ്, ആർക്കാണോ ഇതിനെ കൊണ്ട് ആദ്യം പ്രശ്നം ഉണ്ടാകുന്നത് അവരാണ് പ്രതിരോധിക്കുക, പിന്നെ എല്ലാവരും കൂടി ഏറ്റെടുക്കും. അതുകൊണ്ടാണ് ഈ ബലരാമൻ. അപ്പം ബലരാമൻ കൊണ്ട് എന്തെല്ലാമാണ് നമ്മൾ നേടേണ്ടത് എന്നാണ് ഈ അധ്യായത്തിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം പരീക്ഷിച്ച് വയ്ക്കുകയാണ്, മഹാ അത്ഭുതം ജനിപ്പിക്കുന്ന ബലരാമൻ്റെ പ്രവർത്തികൾ ഇനിയും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം അത് വിസ്തരിച്ച് പറയാം. അപ്പം ശ്രീ സുഖൻ പറയുകയാണ്, നരകാസുരൻ്റെ ചങ്ങാതിയായ ദ്വിവിഭൻ. അപ്പം നരകാസുരനിൽ നിന്ന് തുടങ്ങിയിട്ടാണല്ലോ കഥ ഇങ്ങനെ പിന്നോട്ട്. അതിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ പിന്തുടർ ചങ്ങാതിയായ ദ്വിവിധൻ എന്നു പേരായ ഒരു വാനരൻ. അതൊരു കുരങ്ങൻ്റെ മാതിരിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കുരങ്ങന്മാർ വലിയ ശല്യക്കാരാണ്, അതുകൊണ്ടാണ് കുരങ്ങനായിട്ട് അവതരിപ്പിച്ചത്. കുരങ്ങൻ ശല്യം ചെയ്യും, മനുഷ്യർക്ക് അത് ചെയ്തു കൂട്ടുന്ന ദ്രോഹങ്ങൾ. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ജനങ്ങളെ ദ്രോഹിക്കും. അതൊരു കുരങ്ങൻ്റെ സ്വഭാവമാണ്. ഇന്നൊരു രൂപമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു വാനരൻ
മൈന്ദന്റെ സഹോദരനാണ്. കാരണം കൂടാതെ സുഗ്രീവന്റെ മന്ത്രിയുമാണ്. സുഗ്രീവന്റെ മന്ത്രിയുമാണ്. മന്ത്രിമാരെല്ലാം തന്നെയാണ് ആദ്യം നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. മന്ത്രി ശരിയല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് രാജാഭരണ കാലഘട്ടത്തിലുള്ള മന്ത്രിമാരാണ്. അവന്മാർ തലതിരിഞ്ഞാണെങ്കിൽ രാജാവിനെയും തലതിരിക്കും, നാട്ടിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ആ വാനരൻ എന്തെല്ലാം ചെയ്യുന്നത്? അപ്പോൾ ആ പ്രശ്നത്തെ മാത്രമല്ല ബലം കൊണ്ട് നേരിടേണ്ടത്. എന്തെല്ലാം നേരിടണം ബലം കൊണ്ട്? ആ വാനരൻ അപ്പം പ്രകൃതിയിൽ ആദ്യം ഉണ്ടാകുന്ന നമുക്ക് ശല്യമായി തീരുന്ന ശക്തികൾ അത് ഏതെല്ലാം രൂപത്തിലുണ്ട്? ആ വാനരൻ സഖവായ നരകാസുരന്റെ കഥ, അദ്ദേഹം മരിച്ചതിൻ്റെ അദ്ദേഹത്തിനോടുള്ള കടമ നിർവഹിക്കുവാനായിക്കൊണ്ട് നഗരങ്ങൾ, ഗ്രാമങ്ങൾ, വിളനിലങ്ങൾ, ഇടയ കുടിലുകൾ എന്നിവയെല്ലാം ചുട്ടു നശിപ്പിച്ചു. അപ്പോൾ നഗരങ്ങൾ, ഗ്രാമങ്ങളെല്ലാം, കാരണം നാട്ടിൽ അധർമ്മങ്ങൾ ഉണ്ടാവും, ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. നാട്ടിൽ തന്നെ ഇടയ കുടിലുകൾ, ഈ കുടിലുകൾ പ്രത്യേകിച്ച് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പല നാടുകളിലും കുടിലുകൾ എടുത്ത് കയ്യേറും. അവർ പാവം ജനങ്ങളെയാണ്. അതെല്ലാം പൊളിച്ച് ബുൾഡോസറെല്ലാം വെച്ച് ഇന്നും നമുക്ക് കാണാമല്ലോ. തെരുവിലുള്ള ആൾക്കാരെല്ലാം താമസിക്കാൻ്റെ എവിടെയും കുടിൽ കെട്ടിയാണെങ്കിൽ അവരെല്ലാം ബുൾഡോസർ വെച്ച് പൊളിച്ചു കൊണ്ട് പോകുന്നത് നമുക്ക് വിയറ്റ്നാം കോളനിയിലെല്ലാം കണ്ടില്ലേ, ആ സിനിമയിലെല്ലാം. അത്തരത്തിലുള്ളതെല്ലാം അതെല്ലാം എങ്ങനെയാ ആദ്യം നേരിടാൻ പറ്റുകയുള്ളൂ? അവരവരാണ് നേരിടേണ്ടത്. ആ നാട്ടിലെ ജനങ്ങൾ നേരിടണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ അതെല്ലാം ഇതിനെല്ലാം അത് മാക്സിമത്തിൽ എത്തുമ്പോഴാണ് കൃഷ്ണന്റെ അവതാരത്തിലൂടെ മഹാഭാരത യുദ്ധമായിട്ട് അത് തീരുന്നത്. അതുവരെ അവരവരുടെ ബലം തന്നെയാണ് ശക്തി. ബലരാമനാണ് നേരിടേണ്ടത്. എന്തെല്ലാം ചെയ്യാം? നഗരങ്ങൾ, ഗ്രാമങ്ങൾ, അവനവൻ്റെ വിളനിലങ്ങളെല്ലാം കത്തിച്ച് നശിപ്പിച്ചു കഴിയും. ഇന്നും കാണുന്നുണ്ട് പലവരെല്ലാം നട്ടാല വാടി എല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്നെല്ലാം പറയുന്നത്. കുടിലുകൾ എല്ലാം നമ്മളെ ലോകത്ത് കാണുന്നുണ്ട്. കോളനികൾ ഒഴിപ്പിച്ചു മാറ്റുക, എല്ലാം കയ്യേറുക. പാവങ്ങൾക്ക് നിൽക്കാൻ തരമില്ലാത്ത, കള്ളിയില്ലാതെ ആകുമ്പോൾ അതിനുള്ള വഴി എന്തായേ ഉള്ളൂ? അത്തരം കാര്യങ്ങളിലെല്ലാം പ്രതിരോധമാണ് ഏറ്റവും വലിയ ശക്തി. ഇനി 4, അവൻ മലകളെ അടർത്തിയെടുത്ത് നാടുകളെ എറിഞ്ഞുടച്ചു. അപ്പം മലകൾ അടുത്തടുത്ത് നാടുകളെ നഗരങ്ങളെ എറിഞ്ഞുടച്ചു. ഈ മലകളെ അടർത്തിയെടുത്ത് നാടുകളെ എറിഞ്ഞുടച്ചു. മലകൾ ഇടിയുന്ന പ്രതിഭാസങ്ങളെല്ലാം ഉണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് ഇതിനിടക്ക് ഉരുൾപൊട്ടലെല്ലാം ഉണ്ടായി. ഉരുൾപൊട്ടത്തിന് കാരണം ചിലപ്പം മനുഷ്യരുടെ തന്നെ ഭൂമി കയ്യേറ്റങ്ങളും മറ്റുമെല്ലാമായിരിക്കാം. അപ്പം ഈ അധർമ്മമായ പ്രവർത്തികൾ പ്രകൃതിക്ക് നേരെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മലകളെല്ലാം ഇടിഞ്ഞിക്കൊണ്ട് വീഴും, നഗരങ്ങളെയെല്ലാം ഇല്ലാതാക്കും. നമ്മൾ കണ്ടല്ലോ ഇതിനിടക്ക് മലകളെല്ലാം ഇടിഞ്ഞ് വയനാട്ടിൽ കണ്ടില്ലേ? അത് പലയിടത്തും, ലോകത്തിൽ പലയിടത്തും നടക്കുകയാണ്. ഇപ്പം പാറകളെല്ലാം പൊട്ടിക്കുമ്പോൾ അതിൻ്റെതായ എഫക്റ്റുകൾ ഉണ്ടാക്കും. അത് ശാസ്ത്രീയമായി ചെയ്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. അതിനെല്ലാം പ്രതിരോധിക്കാനുള്ള വഴി എന്താണ്? അവരവരുടെ ശക്തി തന്നെയാണ്. മനുഷ്യർ സ്വയം പ്രതിരോധിക്കണം ആദ്യം. ആനർത്ത ദേശത്ത് വിശേഷിച്ചും, ആ ദേശത്താണ് കൂടുതൽ കാണിച്ചത്. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഈ ബലരാമൻ എന്ന കഥാപാത്രത്തിൻ്റെ കാരണം തൻ്റെ ചങ്ങാതിയെ വധിച്ച ശ്രീകൃഷ്ണൻ അവിടെയാണല്ലോ വസിക്കുന്നത്. അതായത് ഇവർ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് 10,000 ആനകളുടെ ഊക്കുള്ള ആ കുരങ്ങൻ, ഇവിടെ കുരങ്ങനായിട്ട് ചിത്രീകരിച്ച, പക്ഷെ വെറും കുരങ്ങനായിട്ടൊന്നും ചിന്തിച്ചേക്കരുത്. ഇത് 10,000 ആനകളുടെ ശക്തിയുള്ള ഇതാണ് ഈ സംഗതി. ഈ കുരങ്ങ സ്വഭാവം കടലിന്റെ നടുവിൽ ചെന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വെള്ളത്തെ 2 കൈ കൊണ്ട് ഇങ്ങനെ ഉയർത്തി. അതാണ് നമ്മളിന്ന് കാലാവസ്ഥയിലെല്ലാം പറയുന്നത് ജലനിരപ്പ് ഇത്ര ഉയരും എന്ന് പറയുന്നത്. കടലിൽ ഇത്ര അടിയോളം വെള്ളം ഉയരും. ആ സംഗതിയാണ് ഇവിടെ പറയുന്നത്.
ജലം എന്താകുന്നത്? അത് പ്രകൃതിയുടെ ദോഷം കൊണ്ടാണ്. ജലം ഉയർത്തി. അപ്പം ജലം ഉയരുമ്പോൾ തീരദേശത്തിലേക്കെല്ലാം വെള്ളം കയറും. അപ്പം ആ കുടിലുകൾ മുഴുവൻ നശിച്ചു പോകും. അപ്പം എന്ത് ചെയ്ത് ആ കുരങ്ങൻ കടലിൻ്റെ നടുവിൽ ചെന്ന് അവിടെ കടലിലെ ജലം 2 കൈകളും കൊണ്ട് ഉയർത്തി തീരദേശം നാടുകളെ വെള്ളത്തിലാക്കി. അങ്ങനെ തീരദേശത്തുള്ള നാടിനെ മുഴുവൻ വെള്ളത്തിലാക്കി. അതായത് വെള്ളപ്പൊക്കം, പ്രകൃതിക്ഷോഭങ്ങൾ ചില സമയത്തുണ്ടാകും. അതിനെ നമ്മൾ നേരിടേണ്ടത് എങ്ങനെയാണ്? ബലരാമന്മാരാണ് നേരിടുന്നത്. ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പം, ഉരുൾപൊട്ടലുണ്ടാകുമ്പം ആ മത്സ്യമെല്ലാം പിടിക്കുന്ന ആ ബലമുള്ള കൈകളെല്ലാണല്ലോ അവിടെ രക്ഷക്കായിട്ട് ഓടിയെത്തുന്നത്. അവരെ രക്ഷിക്കുന്ന ആരാണ്? ബലം തന്നെയാണ്. മനുഷ്യ പ്രയത്നം, അധ്വാനിക്കുന്ന ജനവിഭാഗം, കടലിൻ്റെ മക്കളെല്ലാണ്. ഇന്നും നമ്മൾ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ ആരെല്ലാണ് വിളിച്ചു കൊണ്ടുവന്നത്? അവർ വന്നിട്ടാണ് അവരെയെല്ലാം രക്ഷിച്ചത്. ഇതെല്ലാം ബലരാമൻ്റെ കഴിവുകളാണ്. അതായത് മനുഷ്യൻ്റെ ശക്തി. നമ്മളെല്ലാം ബലരാമന്മാരാണ്. നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ബലരാമന്മാരാണ്. നമ്മൾ കണ്ണു നോക്കി കയ്യും കെട്ടിയിരുന്ന് നോക്കിയാണെങ്കിൽ നമ്മൾ ബലരാമന്മാരൊന്നുമല്ല. അപ്പോൾ വെള്ളം, കടലിലെ വെള്ളം ഉയരുമ്പോൾ തീരത്തുള്ള ദേശത്തിലെല്ലാം വെള്ളം കയറും, കുടിലുകളെല്ലാം ഒലിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ബലവാന്മാരായ ആൾക്കാരാണ് വന്നിട്ട് എന്തെല്ലാം സേവനങ്ങളാണ് ചെയ്യുന്നത്? സാഹസ പ്രവർത്തികൾ. അതെല്ലാം ആരെ പ്രവർത്തികളാണ് ആയിട്ട് കാണണം? ഭാഗവതത്തിലെ ബലരാമൻ എന്ന കഥാപാത്രമായിട്ട് കാണണം. അല്ലാതെ ബലരാമൻ എന്നൊരു പാർട്ടി ഇങ്ങനെ വന്നിട്ട് ചെയ്യുന്നതായിട്ടൊന്നും കണ്ടേക്കരുത്. നമ്മളെല്ലാം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്നതെല്ലാം നമ്മളെല്ലാം തന്നെയാണ്. ശ്രീഹരി തന്നെയാണ് ബലരാമനുമായിട്ട് ആക്കിയത്. ആദ്യം ബലരാമന്റെ രൂപത്തിലേക്ക് വരുന്നു. അപ്പോഴോ ആ ദുഷ്ടൻ മാമുനിമാരുടെ ആശ്രമങ്ങളെല്ലാം തല്ലിത്തകർത്തു. അത് നാട്ടിലെ അധർമ്മങ്ങൾ വരുമ്പോൾ എന്താണ്, ചിലവരുടെ എല്ലാം ആശ്രമങ്ങളെല്ലാം തല്ലിത്തകർക്കും. ആശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ആശ്രയ കേന്ദ്രങ്ങൾ. ചിലവരെ സാധുജനങ്ങൾ എവിടെയെങ്കിലും അവരവരുടെ കാര്യം നോക്കി നടക്കുന്ന ആൾക്കാരെയെല്ലാം അവിടെ ഓടിക്കും. ത്രേതാഗ്നികളെ മലമൂത്രത്താൽ തടസ്സപ്പെടുത്തും. എന്നിട്ട് അവിടെ പോയിട്ട് അതെല്ലാം പ്രകൃതിക്ഷോഭമല്ല, മനുഷ്യർ തന്നെ ചില സ്ഥലത്തിലുള്ള സ്ഥലം ഒഴിപ്പിച്ചെടുക്കണ്ടെങ്കിൽ അവിടെ പോകും. അവിടുത്തെ കൂട്ടും കിടക്കയെല്ലാം എടുത്ത് വെളിയിലേക്ക് ഇറങ്ങും. ചിലപ്പോൾ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ഭക്ഷണത്തിലെല്ലാം മലമൂത്രമെല്ലാം ചെയ്ത് വെച്ചെന്നും വരും. കുരങ്ങൻ്റെ സ്വഭാവം വെച്ചിട്ട് പറയുകയാണ്. അത്തരം പ്രവൃത്തികൾ തന്നെയാണ് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി മാറ്റുക. അതിനെല്ലാം ആര് നേരിടണം? അവരവരെ തന്നെ നേരിടണം. വേറെ ഏതാണുള്ളത്? അതിനാണ് അതിനാണ് ബലരാമൻ. നമ്മിൽ തന്നെയാണ് ആ ശക്തി വിശേഷം ഉള്ളത്. എന്നിട്ടോ വേട്ടാളൻ പുഴുവിനെ കൂട്ടിലിടും പോലെ സ്ത്രീപുരുഷന്മാരെ മലകളുടെ ഗുഹകളിൽ അടച്ചു. അതിൻ്റെ മുഖം കല്ലുകൾ കൊണ്ടടച്ചു. അതെല്ലാം ജനങ്ങളെ മുഴുവൻ എടുത്തുകൊണ്ടായിട്ട് പല ഗുഹയിൽ വിട്ടിട്ട് കല്ലും കൊണ്ടടച്ചു എന്നാണ് പറയുന്നത്. ഈ കുരങ്ങൻ പല ക്രൂരകൃത്യങ്ങളെ വിസ്തരിച്ചങ്ങ് പറയുന്നതേ ഉള്ളൂ. വേട്ടാളൻ പുഴുവിനെ പിടിച്ചുകൊണ്ടിട്ട് ഈ കൂട്ടിലാക്കുമല്ലോ, അതുപോലെ മനുഷ്യനെ മുഴുവൻ എവിടെ നിന്നും ഒളിപ്പിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് തള്ളും. അവർ വല്ല ഗുഹയിലും കയറിയിട്ട് അഭയം പ്രാപിക്കും. വേറെ എന്താ ചെയ്യാൻ പറ്റും അവർക്ക്? ഈ വിധം നാടുകളെയും കുലസ്ത്രീകളെയും ദുഷിപ്പിച്ചുകൊണ്ട് ചിലവരെന്ത് ചെയ്യും? നാടുകളെ മുഴുവൻ ഇതേമാതിരി അധർമ്മമായിരിക്കും. കുലസ്ത്രീകളുണ്ടെങ്കിൽ അവരെ കയ്യേറ്റം ചെയ്യും. കുലസ്ത്രീകളെ ദുഷിപ്പിച്ചുകൊണ്ട്. അപ്പം എന്താണ്? ചില നാടുകളിലെല്ലാം സ്ത്രീകളെല്ലാം കയ്യേറും. നമുക്കൊന്നും അത്ര വലിയ അനുഭവം നമ്മളില്ലെങ്കിലും പത്രമെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ചില ദേശങ്ങളിലെല്ലാം ഇതെല്ലാം സംഭവിക്കുകയാണ്. അപ്പം അങ്ങനെ അവൻ നടക്കുന്ന കാലഘട്ടത്തിൽ അപ്പം ആർക്കെല്ലാണ് ദേശത്തിന് പ്രശ്നമുണ്ടാകും. നാട്ടിലെ കുല സ്ത്രീകൾക്ക് അവരുടെ ചാരിത്രമെല്ലാം നഷ്ടപ്പെടും. ഇങ്ങനെ ആദ്യത്തെ അവസരത്തിൽ ഇതിനെയെല്ലാം, അല്ലാതെ അതിന് വലിയ ആൾക്കാരൊന്നും സംഘടിച്ചിട്ടൊന്നുമില്ല.
ഇങ്ങനെ വിവിധതരമായ കുരങ്ങന്മാർ ചെയ്യുന്ന എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുവഴി ഓരോ ദേശത്തും ഇങ്ങനെ ഓരോ സ്വഭാവങ്ങൾ ഉണ്ടായാൽ അത് മനുഷ്യൻ തന്നെ അവൻ്റെ ശക്തി കൊണ്ട് നേരിട്ട് കൊള്ളണം, പ്രതിരോധിച്ചു കൊള്ളണം. അല്ലാതെ വേറെ രക്ഷയൊന്നും ഇല്ല. ആ ശക്തി മനുഷ്യരിലുണ്ട്. നാട്ടുകാർ സംഘടിച്ചിട്ട് അവരവർ തന്നെ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും ധൈര്യപ്പെട്ട് വരില്ല. അപ്പോഴാണ് അവനെന്ത് അതിമധുരമായി പാട്ട് കേട്ടിട്ട് രൈവതം എന്ന പർവ്വതത്തിലേക്ക് കടന്നു. അപ്പം രൈവതം എന്ന പർവ്വതത്തിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നല്ലൊരു പാട്ട് കേൾക്കുന്നുണ്ട്, മധുരമായ. അപ്പം ഈ കക്ഷി നല്ലോണം പാടാൻ കഴിവുള്ളവനാണ്. 9-10 അവിടെ താമര പൂമാല അണിഞ്ഞ് സുന്ദരനും മതിര സേവിച്ച്. അപ്പൊ ഇത്തരം ജനങ്ങൾ, ഈ എതിർക്കുന്ന ആൾക്കാരുടെ സ്വഭാവം പറയാണ്, മതിര സേവിച്ച്. അവന്മാർ കള്ളും കുടിക്കും. നമുക്കറിയാലോ, ഇപ്പൊ പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ കുറെ തോണിയെല്ലാം അങ്ങനെയുള്ള കടൽ തീരത്തുള്ള ചിലവരെയെല്ലാം അധ്വാനിക്കുന്ന ജനവിഭാഗമാണ്. അവരെന്തും കുടിക്കും, മധുരി അടിക്കും. അവരുടെ സ്വഭാവം തന്നെ അവർ കുടിക്കും ഉണ്ടാവും. അപ്പം മധുര അടിച്ച് സേവിച്ച് ഗാനം ഇങ്ങനെ ആലാപിച്ച് ചെയ്യുന്നവരും ആനന്ദോന്മാദത്താൽ കണ്ണെല്ലാം ചുമന്നിരിക്കുന്നവരും. അപ്പം കണ്ണെല്ലാം ചുമന്നു കിടക്കും ആനന്ദോന്മാദത്താൽ. പിന്നെ മതം പൊട്ടിയ ആനയെ പോലെയുള്ളവനാണ് അവർ. അത്രയും ധീരന്മാരായ ആൾക്കാർ നാട്ടിലുണ്ട്. അവരാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഇപ്പോൾ ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോഴെല്ലാം ഓടിയെത്തുന്നത്. അല്ലെ നാട്ടിൽ ആരെങ്കിലും ഉപദ്രവങ്ങളെല്ലാം ചെയ്യുമ്പോൾ, ഏതെങ്കിലും അധർമ്മമെല്ലാം നടക്കുമ്പോൾ രക്ഷക്കായി എത്തുന്നത് ഇത്തരം ധീരന്മാരായ ചിലപ്പോൾ അവർ തണ്ണി അടിക്കുകയും ബലരാമനെ കണ്ടു. അങ്ങനെ തണ്ണി അടിച്ചിരിക്കുന്ന ബലരാമനെ ഈ വാനരൻ കണ്ടു. ദ്വിവിധനായ ആ മരം ചാടി കുരങ്ങ് ഒരു മരക്കൊമ്പിൽ കയറിയിട്ട് ഇരുന്ന് മരക്കൊമ്പുകൾ പിടിച്ചു കുലുക്കിക്കൊണ്ട്. നാട്ടിൽ ചെയ്യുന്ന ചിലവരുടെ വേലത്തരങ്ങളാണ് ഈ പറയുന്നത്. വീട്ടിൽ എന്ത് ചെയ്യും? മരക്കൊമ്പിൽ ചേർന്നിട്ട് പിടിച്ചു കുലുക്കിക്കൊണ്ട്. ഇന്ന് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് എന്താണ്? ഗേറ്റ് വന്നിട്ടിങ്ങനെ കുലുക്കിക്കൊണ്ട്. ഈ ഇടക്ക് കേട്ടിട്ടുണ്ടാവും. അല്പ ദിവസങ്ങൾക്കുള്ളിൽ കുറേ പേര് വന്നിട്ട് ഗേറ്റ് വന്നിട്ട് നമ്മളെ ഗേറ്റിന് വന്ന് വലിയ ഇടിച്ച് ബഹളമുണ്ടാക്കി തട്ടിക്കളയുമെന്നെല്ലാം പറഞ്ഞതായിട്ട്. മരക്കൊമ്പുകൾ പിടിച്ചു കുലുക്കുക, അതിനെയാണ് മരക്കൊമ്പായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റേ ഇന്നത്തെ കാലത്താണെങ്കിൽ എതിർപ്പുള്ളവരുടെ വീട്ടിൽ വന്നിട്ട് ശരിയായി കളയുന്നുള്ള ഭീഷണി. ആദ്യം ഗേറ്റെല്ലാം ഒന്ന് പിടിച്ച് കുലുക്കും കൊണ്ട് സ്വതസിദ്ധമായ കിലകില ശബ്ദം പുറപ്പെടുവിച്ചു. കുരങ്ങൻ ശബ്ദിക്കുന്നവരെ അവിടെ കിടന്നിട്ട് എന്തെല്ലാം ശബ്ദങ്ങൾ, അവർക്ക് ഭീകര ശബ്ദങ്ങളെല്ലാം ഉണ്ടാക്കും. ഇതിനെല്ലാം നേരിടേണ്ട വഴി എന്തേ ഉള്ളൂ? അവരവരുടെ ശക്തി. ആള് ഒരു നല്ലൊരു പാരയായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്മാർ അപ്പാട് സ്ഥലം വിടാം. അതിനെ ആദ്യം നേരിടാനുള്ള ശക്തി മനുഷ്യൻ തന്നെ നേരിടണം. ഇങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ വലക്കി എടുത്തിട്ട് അടിക്കാൻ നോക്കുക, അല്ലാതെ വരത്താണ്. എന്നിട്ടോ ആ വാനരന്റെ 12 ആ വാനരന്റെ പോക്കിരിത്തരം കേട്ട് പ്രകൃത്യാ ലോലഹൃദയരായ ബലരാമന്റെ കൂടെയുള്ള സ്ത്രീകൾ പൊട്ടിച്ചിരിച്ചു. ഇതെല്ലാം കാണുമ്പോൾ സ്ത്രീകൾക്ക് എന്താണ്, ഇവന്റെ വിക്രിയകൾ കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുക. എന്നിട്ടോ ആ വാനരൻ ബലരാമൻ കാണുക ആ യുവതികൾക്ക് തൻ്റെ പൃഷ്ഠം കാണിച്ചു കൊടുത്തു. പിന്നെ അവർ ഇതും കാട്ടിക്കൊടുക്കും, ഗോഷ്ടിയും കാണിച്ചു കൊടുക്കും. അവിടെ ഇരുന്നിട്ട് പൃഷ്ഠവും കാണിച്ചു കൊടുക്കും. ഈ വില്ലന്മാർ, ഈ വാനരന്മാർ. കഥയിൽ വാനരന്മാർ എന്നേ പറഞ്ഞുള്ളൂ. യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന ഇത്തരം കുരങ്ങന്മാരുടെ സ്വഭാവം. ആ ഓരോ കുടുംബത്തിന് നേരെ മാന്യമായി ജീവിക്കുന്ന ഒരു ജനത്തിനെ ഓടിക്കണ്ടിക്കൽ ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന വേല ഇതെല്ലാം തന്നെയായിരിക്കും. ആദ്യം വന്ന് ഇങ്ങനെ പോട്ടെ, അല്ലെങ്കിൽ നീ എടുത്ത് ഒഴിഞ്ഞു പോയിക്കോളണം. ഇതെല്ലാം തന്നെയാണ്. അതെല്ലാം തന്നെയായിട്ട് ഇതിനെ മനസ്സിലാക്കണം. ഈ കഥയിൽ കുരങ്ങനെ വെച്ച് ഇങ്ങനെ പറഞ്ഞു തരും. ഇവന്മാർ കുരങ്ങന്മാർക്ക് സമാനം തന്നെയാണ്.
എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. ഇപ്പൊ എന്താ കാണിക്കുന്നത്? സ്ത്രീകളുടെ നേരെ പൃഷ്ഠം കാണിച്ചു കൊടുക്കുക. അത് നമ്മൾ ഇതിനിടയ്ക്ക് ഒരു ബസ്സിൽ എന്തോ ഒരു സംഭവം കണ്ടില്ലേ? ഏതോ ഒരുത്തെ ഞാൻ ഇതിനിടയ്ക്ക് യൂട്യൂബിൽ കണ്ടതാണ്. അവരെന്തെങ്കിലും സ്ത്രീകളുടെ നേരെ വിക്രിയ കാണിക്കും. അവൻ ജയിലിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ സ്വീകരണം എല്ലാം ആരോ കൊടുത്തിരുന്നു. പിന്നെ അവന് സ്വീകരണം കിട്ടി, അവന് ഉഷാറായി. അവൻ പിന്നെ അടുത്ത ബസ് കയറിയിട്ട് ഇതാ കാണിച്ചു കൊടുത്തതെന്നാ പറയുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെയാണ് ഇവിടെ എഴുതി വെക്കുന്നത്. ആ യുവതികൾക്ക് നേരെ പൃഷ്ഠം കാണിച്ചു കൊടുത്തു. കൂടാതെ പുരികം കൊണ്ട് കുറെ ഗോഷ്ഠികളും ചാടിപ്പിടിച്ച് മുന്നോട്ടേക്ക് വരുന്ന മാതിരി ചീറ്റി കൊണ്ടിങ്ങോട്ടേക്ക് വരും. ഇപ്പം ശരിയാക്കുന്നത് ചാടിപ്പിടിച്ചിങ്ങോട്ട് ആളെ വരട്ടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം യൂട്യൂബിൽ തുറന്നാൽ കാണാം ഈ വിക്രിയകളെല്ലാം ചിലവർ കാട്ടിക്കൂട്ടുന്നത്. മുതലായവ ചെയ്തു. 14 ആയുധം പ്രയോഗിക്കുന്നതിന് ശ്രേഷ്ഠരായ ബലരാമൻ കോപത്താൽ ആ വാനരെ കല്ലുകൊണ്ടെറിഞ്ഞു. ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ കല്ലെടുത്തെറിഞ്ഞു. നമ്മൾ ചെയ്യുന്നത് എന്ത് തന്നെയായിരിക്കും പ്രതിരോധത്തിന്? നമുക്ക് രക്ഷക്കുള്ള ഏറ്റവും വലിയ ആയുധം ഭൂമിയിലുള്ള കല്ല് തന്നെയാണ്. ആരെങ്കിലും നമുക്ക് എതിരായിട്ട് എന്തെങ്കിലും വരുന്നത്, ഇപ്പോൾ ഒരു പട്ടി നമ്മളെ കടിക്കാൻ വരുന്നതെന്ന് വെച്ചാൽ രാത്രി നമ്മൾ പോകുമ്പോഴാണ് ഒരു പട്ടി കടിക്കാൻ വരുന്നത്. നമ്മളെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ്? കല്ലെടുത്തിട്ട് ഒരൊറ്റ എതിർ വെച്ചു കൊടുക്കും. ഈ ശക്തി ഏതും ആകാം, പട്ടിയാകാം. രാത്രി നമ്മളെ ഒരു പട്ടി കടിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ ചുറ്റും നോക്കുന്ന കല്ലാണ് എടുത്തെറിയുക. അപ്പൊ ആദ്യം ബലരാമൻ കല്ലെടുത്തെറിയുകയാണ് ചെയ്തത്. ഈ മനുഷ്യർ പ്രയോഗിക്കുന്ന വഴികളെല്ലാം തന്നെയാണ് ഇവിടെ. ഇതെല്ലാം എടുത്ത് പ്രയോഗിച്ചോളണം. അല്ല നോക്കിയിരുന്നിട്ട് പോലീസിനെയും വിളിച്ചിട്ട് ശരിയാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടക്ക് അവന്മാർ കാര്യം സാധിച്ചിട്ട് പോകും. കിട്ടുന്നിടത്ത് എറിയുക. കല്ലെടുത്ത് എറിഞ്ഞു. അവൻ ആ കല്ല് തൊട്ടാതെ മാറി വാനരൻ ആ മധുപാത്രം കൈക്കലാക്കി. ഇങ്ങേരുടെ മധുപാത്രം, അതെല്ലാം കഥയില് ഇങ്ങനെ തണ്ണി അടിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ വ്യക്തികളാണ്. അവർക്കാണ് ഇത് നേരിടാൻ പറ്റുക. അവിടെ മധുപാത്രം കൈക്കലാക്കി. അവിടെ നിന്നിട്ട് അപഹസിച്ചുകൊണ്ടും ചൊടിപ്പിച്ചുകൊണ്ടും ബലരാമനെ അപഹസിച്ചു. പതിനഞ്ചില് ദുഷ്ടനും മതോന്മത്തനുമായ ആ വാനരൻ മദ്യപാത്രം എന്ത് കഴിഞ്ഞ് പൊടിയാക്കിയിട്ട് സ്ത്രീകളുടെ വസ്ത്രം കീറി കളഞ്ഞു. സ്ത്രീകളെ വസ്ത്രാക്ഷേപം ചെയ്തു. കുരങ്ങൻ വന്നിട്ട് സ്ത്രീകളെയെല്ലാം വസ്ത്രം പിടിച്ച്, യൂട്യൂബിലൊന്നും കാണുന്നില്ലേ സംഭവങ്ങൾ? സ്ത്രീകളെ നേരെ പ്രയോഗിച്ച പ്രയോഗങ്ങൾ. വസ്ത്രം കീറുന്ന കണ്ടിട്ടില്ലേ? ഉണ്ട്. വസ്ത്രം കീറുകയും ചെയ്തു. ബലരാമനെ തുച്ഛിച്ചു. ചിലപ്പോൾ ബലരാമൻ എന്ന് പറയുന്നത് എതിർക്കാൻ വരുന്ന അവന്റെ എല്ലാം അങ്ങനെ തുച്ഛമാക്കിക്കൊണ്ട് കല്ലെടുത്തെറിഞ്ഞതിനുള്ള പ്രതികാരമാണ് ഈ തരത്തിൽ കാണിക്കുക. കല്ലെടുത്തെറിയാൻ നോക്കുമ്പോൾ അവന്മാരെ സ്ത്രീകളുടെ വിരട്ടിലേക്കും ചേരും. അത്തരം തിമ്മാടിത്തം കണ്ടിട്ടും അവനാൽ ഉപദ്രവിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവനെ കൊല്ലുക. അപ്പൊ ഇവന് തോന്നി, ബലരാമന് തോന്നി ഇവനെ വിട്ടാൽ പറ്റില്ല, ഇവനെ തച്ചു കൊല്ലണം തന്നെ തീരുമാനിച്ച ബലരാമൻ ഇരുമ്പുലക്കയും കലപ്പയും കയ്യിലെടുത്തു. ഇരുമ്പ് ദണ്ട് അല്ലെങ്കിൽ ഗദ എന്നും പറയാം. ഗദയും ഇരുമ്പുലക്ക എന്നെല്ലാം പറയുമ്പോൾ ഗദയായിട്ട് എടുത്താൽ മതി. കഥയിൽ ഗദ എന്ന് പറയാം. കലപ്പയും കയ്യിലെടുത്തു. എന്തുകൊണ്ടാണ് കലപ്പ എന്ന് പറയുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗമാണ്. ഇപ്പൊ പ്രളയമെല്ലാം ഉണ്ടായാല് വെള്ളം കടലിലേക്ക് പോകാനുള്ള ചാലെല്ലാം തുറന്നു കൊടുക്കേണ്ടി വരും. അഴിമുറിക്കുക എന്നെല്ലാം പറയും. അതെല്ലാം പിന്നെ കലപ്പ എന്ന വാക്കുകൊണ്ട് കർഷക രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. അധ്വാനിക്കുന്ന ജനവിഭാഗമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ദിവ്യജനം ഒരേ മരത്തെ പിഴുതെടുത്തു. അവനൊരു മരത്തെയാണ് പിഴുതെടുത്ത് ഓടി വന്ന ബലരാമനെ തലക്കടിച്ചു. ബലരാമനാട്ടെ അനങ്ങാതെ നിന്നുകൊണ്ട്, അവൻ അനക്കൊന്നുമില്ല, നല്ല ശക്തിയായി നിന്നുകൊണ്ട് ആ മരത്തെ അടിക്കുമ്പോൾ മരത്തെ കടന്നു പിടിച്ചു. സുനന്ദമെന്ന തൻ്റെ ആയുധം കൊണ്ട് അവനെ
അടിച്ചു. അതായത് ഗദ കൊണ്ട് അല്ലെങ്കിൽ ഒലക്ക കൊണ്ട് എന്നെല്ലാം എടുക്കാം. 19 ഇരുമ്പ് മുസലത്താൽ തലച്ചോറ് തകർന്ന അവൻ ആ ഇരുമ്പുലക്ക കൊണ്ട് അല്ലെങ്കിൽ ഗദയുണ്ട് അവൻ്റെ തല പടർന്നപ്പോൾ അതിൽ നിന്നും കാവി വെള്ളത്തിൽ മല വീണ പോലെ അവൻ്റെ തല മലയായിട്ട് കാവി വെള്ളത്തിൽ, അപ്പം തലയിൽ നിന്ന് ഇങ്ങനെ ചോരയെല്ലാം ഒലിച്ച് വീഴാൻ തുടങ്ങി. രക്തത്തിൽ മൂടപ്പെട്ടെങ്കിലും അത് വകവെക്കാതെ മറ്റൊരു മരം പിഴുതെടുത്ത് വീണ്ടും അടിച്ചു. ബലരാമൻ അതിനെ നുറുങ്ങുകളാക്കി ഒടിച്ചു. അപ്പോൾ മറ്റൊരു മരം, അപ്പോൾ അവൻ ഒരു മരം എടുത്ത് ബലരാമൻ അതിനെ താർത്തി, പിന്നെ വേറൊരു മരം എടുത്ത് അതിനെ നുറുങ്ങുകളാക്കി. ഇത്തരത്തിൽ ഓരോ വൃക്ഷത്തെയും പൊടിച്ചപ്പോൾ വീണ്ടും വീണ്ടും വൃക്ഷങ്ങളെ പിഴുതെടുത്ത് ആ വനത്തെ വൃക്ഷശൂന്യമാക്കി. ആ സ്ഥലം മുഴുവൻ പിന്നെ വനമില്ലാതായിട്ട് തീർന്നു. ഇതെല്ലാം ബലപ്രയോഗത്തിലുള്ള കർമ്മങ്ങളാണ്. ചില ദേശങ്ങളിലെല്ലാം കുടിലുകളെല്ലാം തീയിട്ട് നശിപ്പിക്കുന്ന, മറ്റേ ഏതിലൊക്കെ പോയാൽ മതി, വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ പോയാൽ മതി, തീയിട്ട് നശിപ്പിക്കും. കുടിലുകൾ പല സിനിമയിലുണ്ട്, കുടിലുകൾ കത്തിച്ച് നശിപ്പിക്കുക. ഇതിനെല്ലാം പ്രതിരോധിക്കാൻ ആരാണ് പ്രതിരോധിക്കേണ്ടത്? സിനിമയിലാകുമ്പോൾ കുടിലെല്ലാം കത്തിക്കുമ്പോൾ ആരോ പോയിട്ട് വില്ലനോട് പറയുക, വില്ലനല്ല നമ്മളെ നായകനോട്, വില്ലന്മാരാണല്ലോ ഇത് ചെയ്യുക, നായകനോട്. പിന്നെ നായകൻ ബൈക്ക് കൊടുത്തിട്ട് അപ്പം ജനവിടുന്ന് തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് കൈയടിക്കുന്നുണ്ടാവും ആവേശം കിട്ടിയിട്ട്. അതുപോലെ ബലരാമൻ എന്ത് ചെയ്തു? ആ സ്ഥലം മുഴുവൻ ഒരു വഴിക്ക് ആകും. ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്? ബലരാമനാണ്. അപ്പോഴുള്ള മനുഷ്യന്റെ പ്രതിരോധമാണ്. പിന്നെ ശിലാവർഷത്തെ മതി, ശിലകളെല്ലാം എടുത്തിട്ട് അവൻ എറിയാൻ തുടങ്ങി. അതിനെയും ബലരാമൻ തല്ലിപ്പൊടിച്ചു. നമുക്കതിപ്പോൾ ഈ സെക്രട്ടേറിയറ്റെല്ലാം വളഞ്ഞിട്ടുള്ള അറ്റാക്ക് നടക്കുമ്പോൾ ബലരാമനെ അവിടെ പോലീസായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണെങ്കിൽ യുവന്മാരുടെ അടുത്ത് എന്താണ് അവിടെയുള്ള കല്ല്, കടയിലുള്ള എന്തെല്ലാണെന്ന് വെച്ചാൽ കുപ്പി, അതില്ല, എന്തെല്ലാം എടുത്ത് വെച്ചിട്ടാണ് യുവന്മാരുടെ നേരെ. ഇതെല്ലാം കുരങ്ങന്മാരുമാരുള്ള കുറേ സ്വഭാവങ്ങളാണ് നാട്ടിൽ ആദ്യം അത് കാണിക്കുന്നത്, അതിക്രമങ്ങൾ. അപ്പോൾ അതെല്ലാം അതേ ശൈലിയിൽ തന്നെ തച്ചുടച്ചു എന്ന് പറയുകയാണ്. പിന്നെ അവൻ എന്ത് ചെയ്തു? ആ വാനരൻ കരിമ്പനക്കൊത്ത 2 കൈകളെയും മടക്കി പിടിച്ച് ബലരാമന്റെ സമീപം ചെന്ന് മുഷ്ടികളാൽ മാറിടത്തിൽ അടിച്ചു. അവന്റെ മാറിടത്തിൽ അടിച്ചു. അതായത് ചിലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടലുകൾ നടക്കും. ബലരാമന്റെ അല്ലെങ്കിൽ പ്രതിരോധത്തിൽ എന്താണ്, ജനം തമ്മിൽ കിട്ടിയ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുക. അല്ല ചില സിനിമയിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ TV-യിലും എല്ലാം ചില സ്ഥലത്തുള്ള ഇത്തരം വിക്രിയകളെല്ലാം പ്രതിരോധമെല്ലാം നമുക്ക് കാണാം. അപ്പം ബലരാമൻ കലപ്പ ഉപേക്ഷിച്ചിട്ട് പിന്നെന്തായി? കലപ്പ എന്ന് പറഞ്ഞ ആയുധങ്ങൾ, അതെല്ലാം ഉപയോഗിച്ചിട്ട് അവനും കരങ്ങൾ കൊണ്ട് അവനെ നല്ലവണ്ണം പ്രഹരിച്ചു. അവൻ്റെ നട്ടെല്ലിലാണ് പ്രഹരിച്ചു കൊടുത്തത്. അപ്പോൾ അവൻ ചോര ഛർദ്ദിച്ചുകൊണ്ട് താഴെ വീണു. നീരുറവകളോടും മറ്റു വൃക്ഷങ്ങളോടും കൂടിയ രൈവത പർവ്വതം കാറ്റുകൊണ്ട് വെള്ളത്തിൽ ഉഴയുന്ന തോണി കണക്കെ, കാറ്റിൽ വെള്ളത്തിൽ ഉഴയുന്ന തോണി കണക്കെ ആ രൈവത പർവ്വതമടക്കമുള്ള സ്ഥലം ഇവൻ വീണപ്പോൾ കുലുങ്ങിപ്പോയി എന്ന് അത് കഥയിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് കച്ചയാതായി ആ ദേശമെല്ലാം കുലുങ്ങിപ്പോയി എന്ന് പറയുകയാണ്. ഇവൻ വീണപ്പോൾ അത്രയും വലിയ ശക്തിയാണ് ഇവൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മറ്റേ ദിവന്മാർ, കാണരന്മാർ എല്ലാം എന്ത് ചെയ്യും? പിന്നെ ആകാശത്ത് നിന്ന് പിന്നെ ദേവന്മാരെല്ലാം അപ്പോൾ എന്ത് ചെയ്യും? പുഷ്പവൃഷ്ടി നടത്താറ്. ഇപ്പം പിന്നെ കഥയിലെപ്പോൾ അങ്ങനെ തന്നെ പോകും. പുഷ്പവൃഷ്ടി നടത്തി എന്തെല്ലാം പറഞ്ഞു? നമോ നമ, നമോ നമ, നന്ന് നന്ന്, നന്നായി നന്നായി എന്നീ ശബ്ദങ്ങളെല്ലാം ആകാശത്തിൽ ഉയർന്നു. അപ്പം ദൂരെ നിന്ന് എല്ലാവരും
അവനെ പ്രകീർത്തിക്കും. അപ്പോൾ ഇത്തരം നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലവരാണ് അതിന് നേരിട്ട് ഇറങ്ങുക. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇപ്പം കള്ളന്മാർ വരുന്നതെന്ന് വെച്ചാൽ ഒരു നാട്ടിൽ ദിവസവും കള്ളന്മാർ വരുന്നു, വീട് കുത്തി തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് ഇറങ്ങുക? നമ്മളെ പോലെയുള്ളവർക്കൊന്നും അതിന് രീതി കിട്ടില്ല. പിന്നെ ആരാണ്? അതിനുള്ള തടിയും മിനുക്കും എല്ലാം ഉള്ള ചിലപ്പോൾ അമ്മമാർ നല്ല മദ്യപിക്കുന്ന കക്ഷികൾ വരും. എന്നാൽ നിങ്ങളെല്ലാം കിടന്നുറങ്ങിക്കോ, നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അവർ നാട്ടിൽ. അതാണ് പ്രതിരോധം. അത് മനുഷ്യൻ്റെ ശക്തിയിലാണ്. ആ ശക്തിയുടെ ഏതെല്ലാം അങ്ങനേരത്തിലുള്ള ഏറ്റുമുട്ടുകൾ നാട്ടിൽ നടക്കുന്നുണ്ടോ അതിനെ ബലരാമനായിട്ട്, ആ വ്യക്തികളെ നിങ്ങൾ ബലരാമനായിട്ട് കണ്ടുകൊള്ളുക. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം വ്യക്തമാണ്. ഇത് ആദ്യത്തെ മനുഷ്യൻ്റെ പ്രതിരോധമാണ്. പിന്നെയാണ് ജനങ്ങളെല്ലാം ബോധവാന്മാരായി ഇതിനെല്ലാം കാരണം കണ്ടെത്തി എല്ലാം നിയന്ത്രിക്കേണ്ട ശക്തി വിശേഷമാരാണ്? രാജാവ് ദുഷിക്കുമ്പോഴാണ് നാട്ടിൽ ഈ അധർമ്മങ്ങളെല്ലാം പെരുകുക. അപ്പം ആദ്യം ജനങ്ങൾ സ്വയം അതിനെ നേരിട്ട് കൊള്ളണം. അതാണ് ബലരാമൻ, ആ ശക്തി വിശേഷം, സ്വയമുള്ള പ്രതിരോധം. അത് കഴിഞ്ഞിട്ട് പിന്നെ കൃഷ്ണൻ വരും, സംഘടിപ്പിച്ചിട്ട് അതാണ് ലോകമഹായുദ്ധമായിട്ട് മാറുന്നത്. ഇപ്രകാരം ലോകത്തിന് വിനാശകാരിയായ ദ്വിവിധനെ വധിച്ച് ജനങ്ങളാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ദ്വാരകാപുരത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ആര്? ഈ ബലരാമൻ. അപ്പം ബലരാമനെ എന്തിനാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചതെന്ന് മനസ്സിലായല്ലോ. അതും വലിയൊരു ഘടകം തന്നെയാണ്. ആദ്യം മനുഷ്യൻ സ്വയം അവരുടെ പ്രൊട്ടക്ഷൻ നടത്തണം. അല്ലാതെ പോലീസ് വന്ന് ചെയ്യട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരുടെ ചെയ്തിട്ടല്ല പോവുകയും ചെയ്യും. അപ്പം ധർമ്മത്തിനെതിരായ യുദ്ധത്തിൻ്റെ തുടക്കം സ്വയം പ്രതിരോധം തന്നെയാണ്. അതാണ് ബലരാമൻ എന്ന. പക്ഷെ അതുകൊണ്ട് പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അവരവരെപ്പോഴുള്ളതിനെ തടുക്കുക, അതാണ് പ്രതിരോധം. അതിലെ പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം ഇതിൽപ്പെടും. ആ പ്രകൃതിക്ഷോഭങ്ങൾ, കാലം ചെയ്യുന്ന പ്രകൃതി ചെയ്യുന്ന ദൂഷ്യങ്ങൾ, അതുമെല്ലാം നേരിടേണ്ട ആര് തന്നെയാണ്? മനുഷ്യൻ അവൻ്റെ ശക്തി ഉപയോഗിച്ചു. ആ ശക്തി, പ്രതിരോധ ശക്തി, നമ്മിലുള്ള ശക്തിയെയാണ് ബലരാമൻ എന്ന് പറയുന്നത്. അല്ലെ, ആ തരത്തിൽ നമ്മൾ മനസ്സിലാക്കുക. എങ്കിൽ ഇത് വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ എനിക്ക് ഏതോ ഒരു കക്ഷി ഉണ്ടായിരുന്നു, കുരങ്ങനുണ്ടായിരുന്നു, അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ, എങ്ങനെയും ധരിക്കാം. പണ്ടൊരു വലിയ കുരങ്ങനുണ്ടായിരുന്നു, 10,000 ആനയുടെ ശക്തി ഉണ്ടായിരുന്നു, അവനിങ്ങനെ വന്ന് മരയെല്ലാം കുലുക്കും. അപ്പോൾ ബലരാമൻ എന്നൊരു വ്യക്തി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അതാണ് സിനിമയിൽ അവതരിപ്പിക്കാനും കഥയിലും അങ്ങനെയല്ലേ പറ്റുള്ളൂ. ആശയം നമ്മൾ സ്വയം കണ്ടെത്തിക്കൊള്ളുക.